ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതായത് എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ഒരുക്കിയതിന്. എൻ്റെ പേര് റീന ബാബു. ഞാൻ കൊല്ലം ജില്ലയിലെ പോർട്ടുകൊല്ലം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ റിനി ഷൈൻ. ഇതെൻ്റെ മകളുടെ ഭർത്താവ് ഷൈൻ സോളമൻ. കുഞ്ഞ് കാതറിൻ ലബോറ ഷൈൻ. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. ഇവിടെ ഈ കൃപാസനത്തെ പറ്റി എനിക്കൊരു വിശ്വാസവുമില്ലായിരുന്നു. അതായത് മാതാവിനെയല്ല, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ പച്ചത്തിരിയും നീലത്തിരിയും ഇവിടെ കത്തിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനുള്ള മെയിൻ കാരണം, എൻ്റെ മകളെ വിവാഹം കഴിഞ്ഞയച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മകൾക്ക് കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേർച്ചകൾ നടത്തി, ഒരുപാട് പള്ളികളിലും എല്ലാം പോയി. ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്നൊരു വ്യക്തി തന്നെയാണ്. ഞാൻ 25 വർഷം കൊണ്ട് ഡെയിലി മാസിന് പോകുന്നുണ്ട്. പക്ഷേ പലരും എന്നോട് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ നിങ്ങളുടെ മകൾക്ക് കുട്ടികളെ കിട്ടാത്തതെന്ന്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാന്ന് വരെ സകലരും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വളരെയേറെ നിരാശയിലായിരുന്നു. അതായത് പലരും ഞങ്ങളെ പല രീതിയിലും വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ മകളെ കെട്ടിച്ചിട്ട് മക്കളില്ല, മകനെ കെട്ടിച്ചിട്ട് മക്കളില്ലല്ലേ, ഇതെന്താ മച്ചിക്കൂട്ടമാണോ? അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരുടെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആയാലും അവരെൻ്റെ അടുത്ത് പറയത്തില്ല. അതുമാത്രമല്ല, അവർ പള്ളിയിൽ 40-ാം ദിവസം പള്ളി ഒതുക്കയറാൻ വരുമ്പോഴത്തേക്ക് അവരെന്നെ കണ്ടാൽ ഫേസ് ചെയ്യത്തുമില്ല. കാരണം എൻ്റെ മകൾക്ക് കുട്ടികളില്ലല്ലോ. പക്ഷേ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഞാൻ അവസാനം എന്നോണം ഞാൻ വിചാരിച്ച് കൃപാസനത്തിലൊന്ന് വരാം. അറ്റ കൈയെന്നോണമാണ് ഞാൻ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കൊച്ചൊരു വണ്ടി വിട്ട് ഞാൻ ആ വണ്ടിയിൽ കയറി ഇവിടെ വന്നിറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വണ്ടിയിൽ നിന്നും കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനൊരു സ്പാർക്കുണ്ടായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ മകൾക്ക് കുഞ്ഞിനെ കൊടുക്കുമെന്നുള്ളത്. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ ഉടമ്പടി കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിക്കുകയും കുർബാന കൂടുകയും ആരാധനയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 7 മാസം കഴിഞ്ഞിട്ടും എൻ്റെ മകൾക്ക് ഒന്നും ആയില്ല. എന്നാലും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. പക്ഷേ എൻ്റെ മകൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലല്ലോ അമ്മേ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ഭവനം വേണ്ടേ? ഞാൻ ഇസ്രായേലിലെങ്ങാനും പോയി 5 വർഷം ജോലി ചെയ്യാം, 2 വർഷം കടങ്ങൾ തീർത്താലും 3 വർഷം കൊണ്ട് ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ ആ വീട് എഴുതി വെച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെ എടുക്കാമല്ലോ എന്ന്. അപ്പം ഞാനും എൻ്റെ ഭർത്താവും പറഞ്ഞു, മോക്ക് ഇത് നേരത്തെ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ നേരത്തെ തന്നെ മോക്ക് പോകാനുള്ള വഴി ഒരുക്കി തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പാടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞ് ഇസ്രായേലിൽ പോകാനുള്ളതെല്ലാം സെറ്റാക്കി. അതായത് 1.5 ലക്ഷം രൂപ വരെ പ്രോസസ്സിങ് നടത്തി, 2.5 ലക്ഷം രൂപ വിസയ്ക്കും കൊടുത്തു കഴിഞ്ഞു. എൻ്റെ മോൾക്ക് ഏകദേശം വിസ വരാൻ എല്ലാ ഡേറ്റും ആയി. അപ്പം വീണ്ടും 2025 മാർച്ച് 13-ാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഇതിനിടയ്ക്ക് വെച്ച് എൻ്റെ മോളെയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. മോളും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റിനി. ഞാനിവിടെ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. അമ്മ 24 വരുന്നത്, പക്ഷേ ഞാൻ 19 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്കറിയാം, എടുക്കുന്നവർക്കറിയാം, കേരളത്തിനകത്തുള്ളവരുടെ ഫോമിൻ്റെ കളറ് കേരളത്തിന് പുറത്ത്, എബ്രോഡ്, അങ്ങനെ പല പല കളറിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. വന്നപ്പോഴേക്കും ഇതെന്താ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് അത് എനിക്ക് എന്തോ ഒരു ഡൈജസ്റ്റബിൾ ആയില്ല ഫസ്റ്റ്. അങ്ങനെ അത് എടുത്ത് പോയി പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 2026 ഏപ്രിലിൽ ഞാൻ 12 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം കുട്ടികളില്ല. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരു ഒവേറിയൻ സിസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ലാപ്പ് ചെയ്തു, സർജറി ചെയ്തു. ഹസ്ബൻഡിന് സ്പെം മോട്ടിലിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു, അതിന് മരുന്നെടുക്കുന്നു. പക്ഷേ ഈ 8-10 വർഷത്തോളം നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നു. എല്ലാ മരുന്നുകളും ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് ഒരു റിസൾട്ട് വരുന്നില്ല.
അപ്പം നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു. ഇനിയിപ്പം ഞാൻ ഒരുപാട് അടി കൂടിയിട്ടുണ്ട് ഞാൻ മാതാവിനോട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ട് എന്താ നീ എനിക്കൊന്നും തരാത്തേന്നും പറഞ്ഞിട്ട്. അങ്ങനെ 19 ശേഷം പിന്നെ കോവിഡ് വരുന്നു, പുതുക്കാനൊന്നും പറ്റണില്ല. പിന്നെ എനിക്കങ്ങ് വരാനുള്ള ഒരിതില്ല. പിന്നെ അമ്മ 2024 അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു നീ വാ അവിടെ. കാരണം അമ്മയ്ക്കുണ്ടായ അനുഭവം വെച്ചിട്ട് അമ്മ പറഞ്ഞു എൻ്റെ മനസ്സ് പറയുന്നു അങ്ങ് അത് തരും. എന്നിട്ട് ഞാനില്ല, എന്തിനാ, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുനാൾ മൂലം ഞാൻ പള്ളിയിൽ വരുന്നില്ലേ, എന്നിട്ടൊന്നും എനിക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്ങനെയാണ് അമ്മ പറഞ്ഞില്ല നീ ഇവിടെ വാ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമതും ഞാൻ വന്നു, പുതുക്കി. പിന്നീടും അത് നമുക്കൊന്നും റിസൾട്ട് ഇങ്ങനെ വരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ അമ്മ പറഞ്ഞതുപോലെ അഡോപ്റ്റ് ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് IMSൽ ദമ്പതി ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ IVF ട്രീറ്റ്മെൻറ്റിൽ ഒരേ സമയം ഒന്നിലേറെ ഭ്രൂണങ്ങൾ ഉണ്ടാക്കുമെന്നും അതിലേറ്റവും ആരോഗ്യമുള്ളതിനെയാണ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത്, അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ IVF തെറ്റാണെന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈശോയെ അതൊന്നും ചെയ്യാനിട വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ IUI ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പേം തന്നെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളക്ട് ചെയ്ത് അതിൽ ആരോഗ്യമുള്ള സ്പേമിനെ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ്. അതൊരു 3 പ്രാവശ്യം നമ്മൾ അത് ചെയ്തു, അതിലും റിസൾട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ പിന്നീട് അമ്മയുടെ കൂടെ വന്ന് 2024 അമ്മയുടെ കൂടെ വന്നിട്ട് എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ അന്നാണ്, ഉടമ്പടി പുതുക്കൽ. പിന്നീട് ഇസ്രായേലിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ വരുന്നു. അപ്പം ഇസ്രായേലിലേക്ക് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കുടുംബ വീട്ടിലാണ് താമസിക്കുക. അപ്പം അറിയാമല്ലോ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതൊക്കെ സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. അപ്പം നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് അത് വെച്ചിട്ട് ഒരു വീടൊക്കെ എടുത്ത് അത് വെച്ചിട്ട് ഒരു കുഞ്ഞിനെ അങ്ങ് അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിലേക്ക് പോകാനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അതിൻ്റെ പൈസ ഏകദേശം ഒരു 3 ലക്ഷത്തോളം രൂപയൊക്കെ അതിനൊക്കെ കൊടുത്തു. അപ്പോൾ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം എൻ്റെ 3ാമത്തെ പുതുക്കലിൻ്റെ സമയമായി. അങ്ങനെ ഞാനിവിടെ വന്ന് നിയോഗം എഴുതുമ്പോൾ അപ്പോഴേക്കും മനസ്സിൽ എഴുതുന്നത് വരെ ഞാൻ ഇനിയിപ്പോൾ 1ാമത്തെ നിയോഗം കുഞ്ഞിൻ്റെ കാര്യം എന്തിനാണ് എഴുതുന്നത്, അതേ പോകാൻ പോകുമല്ലേ. അപ്പോഴേക്കും എൻ്റെ മത്താശ വരെ വന്നു, പോകാൻ പോകുമല്ലേ, ഇനി കുഞ്ഞിൻ്റെ നിയോഗം എഴുതിയിട്ട് എന്തിനാ, അത് 1ാമത്തെ നിയോഗം അത് വെക്കണ്ട, കാരണം ഇനി 5 വർഷത്തെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും എഴുതാൻ പോയപ്പോൾ ഉള്ളിൽ എന്തോ അതങ്ങനെ അല്ലല്ലോ, ഏറ്റവും പ്രയോറിറ്റി അതല്ലേ എന്ന് പറഞ്ഞിട്ട് അതെന്തോ ഉള്ളിൽ എന്തോ ഒരു തോന്നൽ. ഞാൻ അങ്ങനെ വീണ്ടും സാധാരണ ഞാൻ നിയോഗം 1, 2, 3 ഇങ്ങനെ ഇടുക താഴേക്ക്. പക്ഷെ അന്ന് ഞാൻ എന്തോ 1, 2 അങ്ങനെ ഇട്ടിട്ടാണ് നിയോഗം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ നിയോഗം കുഞ്ഞിൻ്റെ കാര്യം എഴുതുന്നു, കുഞ്ഞിനെ വേണമെന്നുള്ളത് നിയോഗമൊക്കെ എഴുതി വന്നിട്ട് ഇവിടെ തിരുസന്നിധിയിൽ ആ നിയോഗം നമ്മൾ ആ കണ്ടെയ്നറിൽ നമ്മൾ ഇടുമല്ലോ. അപ്പോൾ അതിവിടെ ഇടാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ കരച്ചിലിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിച്ച് മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്, നീ എനിക്ക് കുഞ്ഞിനെ തന്നായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പോകുമായിരുന്നോ, എന്താ നീ തരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അന്ന് എനിക്ക് 33 വയസ്സാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 38 വയസ്സാണ്. അന്ന് നീ സാറായിക്ക് ശക്തി കൊടുത്തതുപോലെ നീ എനിക്ക് തരുമോ, പ്രസവിക്കാൻ ശക്തി തരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു. എന്നിട്ട് ഞാനതവിടെ ഇട്ടു. അത് കഴിഞ്ഞ് മാതാവിൻ്റെ മുൻപിൽ വന്ന് ഇവിടെ ഇരിക്കുന്നപ്പോഴേക്കും അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വീടുകൾ എല്ലാവർക്കും എടുക്കാൻ പറ്റും, കുഞ്ഞുങ്ങളെല്ലാവർക്കും കിട്ടും, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, എനിക്ക് അസാധ്യം ഇതാണ്, എനിക്ക് താമസിക്കാൻ വീടുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കില്ലാത്തതൊരു കുഞ്ഞാണ്, അതെന്തുകൊണ്ട് നീ എനിക്ക് തരുന്നില്ല എന്നും പറഞ്ഞു. ഞാനിവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കരമായിട്ട് വിഷമിച്ചു. വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് അത് മാർച്ച് 13 എൻ്റെ 3ാമത്തെ പുതുക്കൽ നടക്കുന്നത്. വീട്ടിലേക്ക് പോയിട്ട് മാർച്ച് 25 ഇതുപോലൊരു ഞായറാഴ്ച ഞാൻ വൈകിട്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ അച്ഛനിങ്ങനെ വിശുദ്ധ കാതറിൻ ലെബോറയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പോൾ ഞാൻ കൺസീവ് ആണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, മാതാവേ എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നൂടെ, നീ എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ ഈ പേരിട്ടങ്ങ് വളർത്തില്ലേ എന്നും പറഞ്ഞു ചുമ്മാ എന്തോ ഒരു തോന്നലിൽ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് 27 തീയതി ഞാനും അമ്മയൊക്കെ ആയിട്ട് ഇതുപോലെ പുറത്ത് പോയപ്പോഴേക്കും സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോഴേക്കും ഞാൻ ഓപ്പോസിറ്റ് ഇതുപോലൊരു മെഡിക്കൽ ഷോപ്പ് കാണുക.
മെഡിക്കൽ ഷോപ്പ് കണ്ടപ്പോഴേക്കും ഉള്ളിൽ എന്തോ ഒരു തോന്നുന്നു, ഒരു കിറ്റ് അങ്ങ് മേടിച്ചു. സാധാരണ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ ഒരു 1 or 2 days അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ഔട്ട് ആയാലും ആദ്യമൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അതിനോട് ഒരു 12 വർഷമായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, ഒരു 5-6 daysനുള്ളിൽ വീണ്ടും അത് പീരീഡ്സ് ആകുന്നു, അപ്പോൾ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉള്ളിൽ എന്തോ ആരോ ഇരുന്ന് പറയുന്നു, ഒന്ന് മേടിക്ക്, ചെക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അത് മേടിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല, അമ്മയോട് ആരോടും പറഞ്ഞില്ല. ഞാൻ അത് പോയി വാങ്ങി, പിറ്റേന്ന് ചെക്ക് ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, എൻ്റെ 12 വർഷത്തിൽ ഇതുവരെ എനിക്കൊരു മിസ്കാരേജ് വന്നിട്ടില്ല. ചുമ്മാ ഒരു ആശ്വാസത്തിന് പോലും എൻ്റെ ടെസ്റ്റ് കിറ്റിൽ 2 ലൈൻ തെളിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് അത്ഭുതമായിട്ട് എൻ്റെ ടെസ്റ്റ് കിറ്റിൽ 2 വര തെളിഞ്ഞു. ഞാൻ പോസിറ്റീവായി പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് ചെന്നപ്പോഴേക്കും കുഞ്ഞിന് ഒരു അത്യാവശ്യം മാത്രമേ ആഴ്ചയുടെ വളർച്ചയുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം കൊണ്ട് കുരിശിടുകയും തേൻ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നീണ്ട ഒരു 11 വർഷത്തിന് ശേഷം എനിക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തന്നു. ഈ 2026 ഏപ്രിൽ 28-ാം തീയതി ഞാൻ എൻ്റെ 12ാമത്തെ വിവാഹ വാർഷികം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയാണ് ആഘോഷിച്ചത്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. അപ്പം ഞാനങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോള് ഈ 1ാമത്തെ ഓപ്ഷൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ മോളുടെ അടുത്ത് ചോദിച്ചു, ഞാൻ 1ാമത്തെ ഓപ്ഷൻ മോളുടെ ഇസ്രയേലിൽ പോക്ക് ശരിയാകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോൾ എന്തിനാണ് ഈ 1ാമത്തെ ഓപ്ഷൻ ഈ വാവയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നത്, നീ പോകാൻ പോകുമല്ലേ എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞ്, അമ്മ ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ലേ പോകാൻ പോകുന്നത്, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞ് ഇതെനിക്കൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. വീട്ടിൽ വന്ന് ഒത്തിരി ശക്തമായിട്ട് ഞാൻ വീണ്ടും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയും പകലും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ മോനും വൈഫും സ്ഥലത്തില്ല, അവർ കാനഡയിലാണ്. എൻ്റെ മോളും കൂടെ ദൂരസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ ഭർത്താവും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ ഇത്രയും ദൂരത്ത് പോകത്തില്ലായിരുന്നല്ലോ. ഞങ്ങൾ പലരിൽ നിന്ന് ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ 2025 മാർച്ച് 27-ാം തീയതി പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ മോൾ എൻ്റെ നേരെ കാർഡ് എടുത്ത് നീട്ടിക്കൊണ്ട് നിൽക്കുന്നത്, പിങ്ക് 2 വരെയുള്ളൊരു കാർഡുമായിട്ട്. അപ്പം എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മേനെയും കൃപാസന അമ്മേനെയും കെട്ടിപ്പിടിച്ച് ഞാൻ വലിയ വായിൽ നിലവിളിച്ചു. അതേപോലെ എൻ്റെ മോളെയും കെട്ടിപ്പിടിച്ച് ഞാൻ കരയുകയുണ്ടായി. അതിനുശേഷം ആ 9 മാസം കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞ്, അതായത് നവംബർ 15-ാം തീയതി മോളെ ചെക്കപ്പിന് പോകേണ്ടുന്ന ദിവസമായിരുന്നു. അന്ന് ചെക്കപ്പിന് പോകാൻ നേരം ഞാൻ വെളുപ്പിനെ ഇതുപോലെ എഴുന്നേറ്റ് പ്രാർത്ഥന പിടിച്ചിട്ട് ഞാനിങ്ങനെ ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് ബൈബിളിനകത്ത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം, അതായത് യേശുവിൻ്റെ ജ്ഞാനസ്നാനം, അങ്ങനെയുള്ളൊരു വാക്യമാണ് കിട്ടിയത്. ഞാൻ തിരിഞ്ഞ് മോളോട് പറഞ്ഞ്, മോളെ ഇന്ന് പ്രസവം നടക്കും. അപ്പം കൊച്ചൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താ അങ്ങനെ പറയുന്നത്, നമ്മളിന്ന് ചെക്കപ്പിനല്ലേ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, വചനം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്, ഇന്ന് പ്രസവം നടക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരൊരുക്കവുമില്ല, വെറുതെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഞാനും മോളും മാത്രം പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ മോളെ പിന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞ്, നമുക്ക് ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ, നിങ്ങളിവിടെ തന്നെ അങ്ങ് അഡ്മിറ്റാകുക, ഞായറാഴ്ചയും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോള് ലേബർ റൂമിനായിരുന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരിയേറെ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണം കൊന്തപിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ എനിക്ക് ഞാനിന്ന് ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇന്ന് പ്രസവം നടക്കുമെന്നാണല്ലോ, പക്ഷേ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന്. അതിനുശേഷം അത്ഭുതമെന്ന് പറയട്ടെ, അതിന് മുമ്പേ ആദ്യം ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞത്, അനസ്തേഷ്യ ഡോക്ടറേയും പോയി കഴിഞ്ഞ് പീഡിയാട്രീഷ്യനും പോയി കഴിഞ്ഞ്, അതുകൊണ്ട് ഇനിയിപ്പം ഡെലിവറി നടക്കാൻ സിസേറിയൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇന്ന് വൈകിട്ട് 6 മണിക്ക് റിനീഷൻ്റെ സിസേറിയനാന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് എൻ്റെ കൃപാസന അമ്മ അവിടെ എനിക്ക് വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചു തന്ന്, വചനത്തിലൂടെ കാണിച്ചു തന്നത് തന്നെയാണ് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതും. അങ്ങനെ എനിക്ക് ആരോഗ്യമുള്ള എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, കുഞ്ഞു വാവയുടെ 28-ൻ്റെ അന്ന് ഞങ്ങൾ വൈകിട്ട് 3 മണിക്കായിരുന്നു ആ നൂലുകെട്ട് ചടങ്ങ് വെച്ചിരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം
എൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു വെള്ളപ്രാവ് ഇങ്ങനെ എൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ കെട്ടിൻ്റെ അകത്ത് നിൽക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ മോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, മോളെ എല്ലാം ശുഭമാണെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ചോദിച്ചു അതെന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ കൃപാസന അമ്മയാന്ന് തോന്നുന്നു, നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു വെള്ളപ്രാവിൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു. മോളുടെ അടുത്ത് റൂമിൽ ഇതും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ പ്രാവ് ബാക്കിൽ കൂടെ എൻ്റെ വീട്ടിൻ്റെ അകത്തോട് കയറി ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് കൃപാസനമ്മയാണ് പ്രാവിൻ്റെ രൂപത്തിൽ എൻ്റെ വീട്ടിൽ വന്നതെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അടുത്തത്, എനിക്കൊരു എൻ്റെ കുഴൽക്കിണറിനകത്ത് 5-6 ലിറ്റർ വെള്ളം ഒഴിച്ച് അല്ലാതെ എനിക്ക് മോട്ടറിടാൻ പറ്റത്തില്ല. അതായത് ഒരു 10 വർഷം കൊണ്ട് എൻ്റെ കിണർ അങ്ങനെയാണ്. പലരെയും വിളിച്ച് ശരിയാക്കിയെങ്കിലും അതൊരു വിധത്തിലും ശരിയാകത്തില്ല. അപ്പം ഞാനിങ്ങനെ പല സാക്ഷ്യങ്ങളും കേൾക്കുന്നുണ്ട്. ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവർക്ക് വെള്ളം തെളിഞ്ഞ് കിട്ടുന്നു, വെള്ളം നല്ലതായി വരുന്നെന്നൊക്കെ. അപ്പം ഞാനും വിചാരിച്ച് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ പിന്നെ ഒരു കൃപാസനം പത്രം ആ കിണറിൻ്റെ അവിടെ കൊണ്ട് വെക്കുകയും എന്നിട്ട് വിശ്വാസ പ്രമാണം പഠിച്ച് ഉപ്പിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 5 ലിറ്റർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് വെറും 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടിയേ വന്നുള്ളൂ. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് മോട്ടറിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ മോട്ടറിട്ടതിന് ശേഷം ആ കുഴൽക്കിണറ്റിൽ നിന്ന് വെള്ളം നിറഞ്ഞ് തുളുമ്പിയിട്ട് ഇന്ന് വരെയും ഞാൻ അതിനുശേഷം വീണ്ടും ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കിണറ്റിനകത്ത് ഒഴിച്ചിട്ടില്ല. എല്ലാ ദിവസവും മോട്ടറിടാതെ തന്നെയാണ് എനിക്കിഷ്ടം പോലെ വെള്ളം കിണറ്റിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി രോഗികൾക്ക് എന്നാൽ കഴിവുള്ള വിധത്തിൽ ഞാൻ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അത് 20 എത്ര പേർ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പൈസ എടുത്ത് ഞങ്ങൾ ഒന്നുകിൽ വൃദ്ധസദനങ്ങളിൽ അവർക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുകയോ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ക്യാൻസർ രോഗികൾക്കും സുഖമില്ലാത്ത രോഗികൾക്കാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് പൈസ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കൊന്ത പഠിക്കുകയും അതുപോലെ തന്നെ ഞാൻ കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ കുടുംബത്തിൽ ചെയ്തു തന്നത്. ഇത്രയും വലിയ നന്മകൾ എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നതിന് അമ്മയ്ക്കും പരിശുദ്ധ കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. റീന ബാബു തൻ്റെ മകളും കുടുംബവുമായി വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. ഏകദേശം 12 വർഷത്തോളമായി തൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ല. ഇന്ന് ഒരു കുഞ്ഞുമായി വന്ന്, സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞുമായി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി അനുഭവം സ്വന്തമാക്കി നാം എല്ലാം കേട്ട് കഴിഞ്ഞതാണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞില്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയ ഒരു മകൾക്കാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം അമ്മ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം കേട്ട തിരുവചനം പോലെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനാകും എന്നാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും എല്ലാം നമുക്ക് നൽകപ്പെടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും അത് എത്ര വർഷം കഴിഞ്ഞാലും സാറായുടെ വന്ധ്യമായ ഉദരത്തെ നീ അനുഗ്രഹീതമാക്കിയില്ലേ, എനിക്കൊരു കുഞ്ഞിനെ നിനക്ക് തന്നുകൂടെ എന്ന് ഈ മകള് ഉള്ളു നൊന്ത് അമ്മയോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അമ്മ കൈവിടുന്നില്ല. എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തവരാണ്, IVF മാത്രം ചെയ്തില്ല. ആ പാപം നീ എന്നെക്കൊണ്ട് ചെയ്യിക്കരുതേ എന്നാണ് തൻ്റെ മകള്, അതായത് ഈ കുഞ്ഞിനെ ലഭിച്ച ആ മകള് പ്രാർത്ഥിക്കുന്നത്. റിനി ഷൈൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്.
അങ്ങനെ താൻ ഇവിടുന്ന് പോയതിന് ശേഷം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ആ മകളും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കളിയാക്കിയിരുന്ന അവസരത്തിൽ താൻ എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ പുലമ്പുന്നതെന്ന് ഹന്നായ്ക്ക് അറിയില്ലായിരുന്നു. ഹന്ന മത്ത് പിടിച്ചതുപോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ഏലി പ്രവാചകൻ ഓർത്തു ഹന്ന മദ്യപിച്ചിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണെന്ന്. എന്നാൽ എന്നെ ഒരു മദ്യപിച്ചവളായി കാണരുതേ, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയവിചാര വികാരങ്ങൾ പങ്കുവയ്ക്കുകയാണെന്നാണ് ഹന്ന ഏലി പ്രവാചകനോട് പറയുക. ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വേദനിച്ച ഹൃദയത്തോടെ ഈ അമ്മയും മകളും ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം താണിറങ്ങി വരുന്നു. അമ്മ ഈശോയോട് പറഞ്ഞ് എങ്ങനെയാണ് ഇന്ന് ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കുവാൻ, അതും മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളിൽ മാർച്ച് 25 മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളാണ്. അതുപോലെ തന്നെ കാതറിൻ ലബോറ എന്ന വിശുദ്ധയുടെ തിരുനാളുമാണ്. കാതറിൻ ലബോറ ഒരു നൊവിസായിരുന്നു. ഒരു നൊവിസായിരിക്കുമ്പോൾ തന്നെ മരിച്ച വ്യക്തിയാണ് കാതറിൻ ലബോറ. അത്ഭുത കാശരൂപം, മിറക്കുലസ് മെഡൽ, അത് പരിശുദ്ധ അമ്മ കൊടുക്കുന്നത് കാതറിൻ ലബോറയ്ക്കാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്കറിയില്ല. എന്നാൽ ഇന്നിപ്പോൾ ഇവരിത് പങ്കുവെച്ചപ്പോൾ സിസ്റ്റർ അതെല്ലാം ഓർക്കുകയാണ്. അങ്ങനെ അത്ഭുത മെഡൽ, മാതാവിൻ്റെ അത്ഭുത മെഡൽ, മിറക്കുലസ് മെഡൽ, അത് മാതാവ് കൊടുത്തത് കാതറിൻ ലബോറയ്ക്കാണ്. തൻ്റെ കുഞ്ഞിന് ആ പേരിടാം, എനിക്കൊരു കുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിനെ നിനക്ക് തന്നുകൂടെ എന്നൊക്കെ റിനി അവിടെ പള്ളിയിൽ പോയി നിന്ന് റിനി ഷൈൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും അറിയാതെയാണ് ആ മകൾ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൻ്റെ ദൂതയായ അമ്മയ്ക്കിതെല്ലാം അറിയാമായിരുന്നു. സ്വർഗം പറഞ്ഞതൊക്കെ ചെയ്ത അമ്മ, ആ അമ്മയുടെ പ്രാർത്ഥന ദൈവപിതാവിന് നിരസിക്കാനാവില്ല. നമുക്കും പ്രത്യാശയുള്ളവരാകാം, യാതൊന്നുകൊണ്ടും പേടിക്കേണ്ടെന്നേ. അമ്മ കൂടെയുണ്ട്. ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക, വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുക. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അത് ജീവിതത്തിൽ ഒരിക്കലും നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ നമ്മെ അനുഗ്രഹിക്കും. ഈശോ നമ്മുടെ മേൽ കരുണ ചൊരിയും. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.